നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടന്റ് നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്താറുണ്ടോ? എന്നാൽ ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടന്റ് നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവരുടെ കണ്ടന്റ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാമാണ്. യൂട്യൂബിൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നത്. കോപ്പിറൈറ്റ് ക്ലെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും കണ്ടന്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലെയിം എല്ലാം ലഭിക്കുകയാണെങ്കിൽ ഇത് അത്ര വലിയ പ്രശ്നമായി മാറാറില്ല. അതായത് നമുക്ക് ലഭിക്കുന്ന റവന്യൂ ഇത് അവരുമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുക നിങ്ങൾ എൻ്റെ കണ്ടന്റ് യൂസ് ചെയ്തിരിക്കുന്നു, അതിനാൽ തന്നെ അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എനിക്ക് ഷെയർ ചെയ്യണമെന്നതാണ് ഇത്തരത്തിൽ കോപ്പിറൈറ്റ് ക്ലെയിം കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. എന്നാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എല്ലാം വരുന്നത് ഇത്തരത്തിൽ നിങ്ങൾ മറ്റൊരാളുടെ കണ്ടന്റ് അത് നിങ്ങൾ യൂസ് ചെയ്തത് ആ കോപ്പിറൈറ്റ് ഓണർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അത്തരത്തിലുള്ള കണ്ടന്റ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അത് ടേക്ക് ഡൗൺ നോട്ടീസ് എല്ലാം തന്ന് നമ്മളോട് അത് നമ്മുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യാനെല്ലാം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത് മാത്രമാണോ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഇത് മാത്രമല്ല, ഒരു ടേക്ക് ഡൗൺ നോട്ടീസ് തന്ന് നമ്മൾ അത് റിമൂവ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ ചാനലിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 90 ദിവസത്തിനുള്ളിൽ 3 സ്ട്രൈക്ക് എല്ലാം വരികയാണെങ്കിൽ, അതായത് അടുപ്പിച്ച് ഇത്തരത്തിൽ സ്ട്രൈക്ക് എല്ലാം വരുമ്പോൾ നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആകാനെല്ലാം ഇത് കാരണമാകും. അതിനാൽ തന്നെയാണ് നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ കണ്ടന്റ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ കണ്ടന്റ് യൂസ് ചെയ്ത് വീഡിയോസ് എല്ലാം ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് കാലത്തെ എഫേർട്ടിന്റെ ഫലമാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ കണ്ടന്റ് ഇത് ചില ചാനലുകളിൽ യൂസ് ചെയ്യുന്നതിന് നിയമം അനുവദിച്ച കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഫെയർ യൂസ് പോളിസി എന്ന് പറയുന്നത്. ഫെയർ യൂസ് പോളിസി പ്രകാരം നിങ്ങൾക്ക് ഒരാളുടെ കണ്ടന്റ് 10 സെക്കൻഡിൽ താഴെയെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ചില ചാനലുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലെല്ലാം ഈ അഡ്വാൻറ്റേജ് എല്ലാം ലഭിക്കുക. ഉദാഹരണമായി ന്യൂസ് റിപ്പോർട്ടിംഗ്, കമന്ററി, അതുപോലെ നിങ്ങളുടെ ചാനൽ എന്തെങ്കിലും നിരൂപണം എല്ലാം ചെയ്യുന്ന ചാനൽ, ഇപ്രകാരമുള്ള ചാനലുകളെല്ലാം ആണെങ്കിൽ അവർക്ക് ഇതിൽ എക്സെപ്ഷൻസ് എല്ലാം നൽകുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ചാനലുകൾക്കും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം ഫെയർ യൂസ് പോളിസിയിൽ പറയുന്നുണ്ട്. അതായത് ഫെയർ യൂസ് പോളിസി പ്രകാരം നമ്മുടെ ഇന്റൻഷൻ എന്താണ്, അതുപോലെ എത്തരത്തിലുള്ള കാര്യത്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഇത് കാരണം ഒറിജിനൽ കോപ്പിറൈറ്റ് ഓണർക്ക് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് അവരുടെ പേര് നഷ്ടപ്പെടുന്ന തരത്തിലേക്കൊന്നും ഈ ഒരു കണ്ടന്റ് യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്താൽ മാത്രമാണ് ചില ചാനലുകൾക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റ് എല്ലാം ആഡ് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം ലഭിക്കുക. അതിനാൽ തന്നെ ഫെയർ യൂസ് പോളിസി എന്താണെന്നെല്ലാം നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടന്റ് ഇപ്രകാരം ആഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കോപ്പിറൈറ്റ് ഓണർക്ക് അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കുന്ന തരത്തിലെല്ലാം അവരുടെ കണ്ടന്റ് എല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതിന് എതിരെ നിയമവശാൽ പോകാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് ഓണർക്ക് പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിലെല്ലാം ഒരുപാട് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇങ്ങനെ നിയമവശാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇത് നിയമവശാലെല്ലാം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമെല്ലാം സംഭവിക്കാം. അതായത് ഈ ഒരു കേസിന് നിങ്ങൾക്ക് 50,000 രൂപ മുതൽ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഇപ്രകാരം നിങ്ങൾക്ക് വലിയ എമൗണ്ട് എല്ലാം നിങ്ങൾക്ക് നൽകേണ്ടതായെല്ലാം വരാം. അതിനാൽ തന്നെയാണ് നമ്മൾ ഫെയർ യൂസ് പോളിസി പ്രകാരമല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെർമിഷൻ നേടിയെടുക്കാതെ അവരുടെ കണ്ടന്റ് ഒന്നും യൂസ് ചെയ്യരുത് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ പല ചാനലുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും TV ഷോസ് എല്ലാം അതേപോലെ അതിൻ്റെ ചെറിയ ക്ലിപ്പിംഗ്സ് എല്ലാം നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരുപാട് വ്യൂവേഴ്സ് അതുപോലെ കുറേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആ ചാനലിന് ലഭിച്ചു എന്ന് വരാം. ഒരു സമയത്ത് നമുക്ക് ഈ പ്രകാരമുള്ള കണ്ടന്റ് ഒന്നും നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ നേടിയെടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിന് ഇത് വളരെ നഷ്ടമെല്ലാം ഉണ്ടാക്കും. ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആകാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമെല്ലാം കൊണ്ടുവരാനും ഇത് കാരണമാകും. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്